കഴിഞ്ഞ 17 ദിവസമായി വനിതാ CPO റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം വിഷു ദിവസം അവർ രക്തം കൊണ്ട് എഴുതിയ ഒരു പോസ്റ്ററാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഉള്ളിൽ നിന്നും രക്തം ചീന്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നാളെ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ രാത്രി 12 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് പരമാവധി ആളുകൾക്ക് നിയമനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഏപ്രിൽ 2 മുതൽക്ക് തന്നെ ഇവർ സമരം ചെയ്തത്. പല സമരമുറകൾ ഇതിന്റെ ഭാഗമായി നടത്തിയെങ്കിലും ഒരു തരത്തിലും സർക്കാർ ഇവരുടെ സമരത്തെ അംഗീകരിക്കാൻ തയ്യാറാകുക ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രി അടക്കം ഇവരുടെ സമരത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. ഇവരുടെ അർഹതപ്പെട്ടവർക്കൊക്കെ തന്നെ ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഒരു പ്രതീകാത്മക വോട്ടെടുപ്പ് അവർ നടത്തിയിരിക്കുകയാണ്. അർഹതപ്പെട്ടവർക്ക് വോട്ട് നൽകും എന്ന്, അർഹതപ്പെട്ടവർ എന്ന് എഴുതി ആ ബാലറ്റ് പെട്ടിയിൽ ഇട്ടുകൊണ്ടുള്ള ഒരു സമരമുറയാണ് ഇന്നവർ ചെയ്തത്. വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അർഹതപ്പെട്ടവർക്കായിരിക്കും വോട്ട് നൽകുക എന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സമരം നടന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ഒരു പ്രതീകാത്മക കഴുമരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കുമ്പോൾ അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ ഇതാണ്. ആരാച്ചാരില്ലാതെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ഒരു കഴുമരത്തിൽ തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ലിസ്റ്റാണ് തങ്ങളുടേതെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന തരത്തിലും ഇന്നിവിടെ സമരമുറ നടക്കുന്നുണ്ട്. 45 പേർക്ക് ഇന്ന് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. അതിൽ സമരം ചെയ്ത 3 ആളുകളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് 3 പേർക്ക് മാത്രമാണ് കിട്ടിയത്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും തന്നെ അഡ്വൈസ് ലഭിച്ചിട്ടില്ല. വളരെ ചെറിയ ഒരു ലിസ്റ്റായിരുന്നു ഇവരുടേത്. അതിൽ നിന്ന് 30% താഴെ ആളുകൾക്ക് മാത്രമാണ് നിലവിൽ നിയമനം ലഭിച്ചിട്ടുള്ളത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു ദുഃഖകരമായ കാര്യമാണ്. എന്താണ് പറയാനുള്ളത്? നാളെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്, നാളെ തീരുകയാണ്. എന്താ പറയേണ്ടത് നമുക്കറിയില്ലെങ്കിലും നമ്മളൊരു ചെറിയ ഒരു വിശ്വാസം ഇപ്പോഴും സർക്കാരിലുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് നല്ലപോലെ 60 അല്ല 90 70 വേക്കൻസികളെല്ലാം ഇതുപോലെ ലിസ്റ്റ് തീരാറായ സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു ചെറിയൊരു വിശ്വാസം, നമ്മളെ കണ്ടില്ല എന്ന് നടിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമുക്കൊരു ഉറപ്പുമില്ല. കാരണം നമ്മളിപ്പം 17-ാം ദിവസമാണ് ഇവിടെ. ഇതുവരെ നമുക്കൊരു ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നുമായിട്ട് നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഫ്രഷ് വേക്കൻസി ഇപ്പോൾ ഒരു 45 എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലെല്ലാം ഒരു ന്യൂസ് പോകുന്നുണ്ട്. അതിപ്പോൾ ഇന്നോ ഇന്നലെ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റ് തീരാൻ പോകുന്നതിൻ്റെ തലേദിവസം വന്നൊരു ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസി അല്ല. ഇത് 9-ാം തീയതി പത്രസമ്മേളനത്തിലും നമ്മുടെ CM തന്നെ പറഞ്ഞ കാര്യമാണ്. പോക്സോ കേസ് ആ ഫയൽ പാസ്സായപ്പം 306 മറ്റോ വേക്കൻസി ഉണ്ടായിരുന്നു. അതിൽ വെറും 28 വേക്കൻസീസ് മാത്രമാണ് നമ്മുടെ WCPക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ 13 നമ്മുടെ ക്യാമ്പ് ഡ്രോപ്പാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നത് 4 NJD. അതാണ് ഇപ്പം 45 എന്ന് പറഞ്ഞ് സൈറ്റിലൊക്കെ ഉണ്ട്. ഇത് 10-ാം തീയതികളിലൊക്കെ തന്നെ നമ്മൾ നിമിഷം ഒരു പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 570 വേക്കൻസികൾ നിലവിലുണ്ട് എന്നാണ് ഇവർ വിവരാവകാശ നിയമപ്രകാരം ഇവർക്ക് മറുപടി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാന നിമിഷമാണെങ്കിൽ പോലും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും, കൂടുതൽ പേർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികളും ഉള്ളത്. ഈ 45 പേർക്ക് നിലവിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകൾ അത്രയും ഇവിടെ ഇപ്പോഴും സമരം തുടരുകയാണ്. കാരണം സമരത്തിന്റെ ഭാഗമായി 3 പേർക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 570 ഒഴിവുകളിൽ ഒരു 300 ഒഴിവുകളെങ്കിലും തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഭൂരിഭാഗം ആളുകൾക്കും ജോലി ലഭിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ 967 പേരായിരുന്നു ഈ ഒരു ലിസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതിൽ 337 പേർക്ക് മാത്രമാണ് നിലവിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന നിമിഷവും പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ. സമരം ശക്തമായി തന്നെ തുടരാനാണ് തീരുമാനം. നാളെ രാത്രി 12 മണിക്കാണ് ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്.